ശബരിമലയിൽ വൻ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി. VSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. ദ്വാരപാലക ശില്പപാളികളും കട്ടിളപ്പാളികളും അറ്റകുറ്റപ്പണിക്ക് ശേഷം മാറ്റിയെന്ന സംശയം ബലപ്പെടുത്തുന്ന വിവരങ്ങളാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് SIT കോടതി ചുമതലപ്പെടുത്തി. അതേസമയം കൊടിമരം മാറ്റിസ്ഥാപിക്കാൻ ഇടയായ സാഹചര്യവും അഷ്ടദിക്പാലകരുടെ പുനഃപ്രതിഷ്ഠയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി. 2024-25 കാലത്തെ ദേവസ്വം ബോർഡിന്റെ ഇടപാടുകളും അന്വേഷിക്കും. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിൽ വൻ കൊള്ള നടന്നുവെന്ന ഹൈക്കോടതിയുടെ സംശയം സാധൂകരിക്കുന്നതാണ് SIT ഇന്ന് സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട്. VSSCയിൽ നിന്ന് ലഭിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതോടെയാണ് സ്വർണം പൂശാൻ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയ പാളികൾ തന്നെയാണോ തിരിച്ചെത്തിയതെന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിലിരിക്കുന്ന വാതിൽപ്പാളിയും പ്രഭാമണ്ഡലം പാളിയും പരിശോധിക്കാൻ SITക്ക് അനുമതി നൽകി. സംഘം നാളെ ശബരിമല സന്നിധാനത്ത് വീണ്ടും എത്തും. കൊടിമരം മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്കും അന്വേഷണം വേണം. സംശയങ്ങൾ സമഗ്രമായ അന്വേഷണത്തിലൂടെയാണ് നീങ്ങേണ്ടത്. അഷ്ടദിക്പാലക വിഗ്രഹങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം അനിവാര്യമാണ്. കൂടുതൽ സാക്ഷികൾ വേണം. VSSCയിലെ ശാസ്ത്രീയ വിദഗ്ധരുടെ മൊഴികൾ രേഖപ്പെടുത്തണം. പാളികൾ മാറി എന്നുള്ളതിൽ കൃത്യത വേണം. പ്രധാന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും ഉത്തരവിൽ പറയുന്നു. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന 2024-25 വർഷത്തെ ഇടപാടുകളും അന്വേഷണ പരിധിയിലെന്ന് SIT. അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി അന്വേഷണ സംഘത്തിൽ 2 ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.